അഫ്ളലുൽ ലയാലി ലൈലത്തുൽ വിലാദത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹിയ അഫ്ളലു മിൻ ലൈലത്തുൽ ഖദ്രി. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച രാത്രിക്കാണ് ലൈലത്തുൽ ഖദ്റിനേക്കാൾ ഏറ്റവും കൂടുതൽ മഹത്വമുള്ളതെന്ന് പഠിപ്പിക്കുന്നവരാണ്. കണ്ടാ, ഇതുപോലെ ദീൻ കേട്ട് ഖുർആൻ പഠിച്ചിട്ടാണിത്. ആരാ നബിയെ നബിയാക്കി ഇറക്കിയത്? അല്ലയല്ലേ? ആ അള്ളാഹ്ക്ക് അറിയാത്ത കാര്യം ഇവർ പഠിപ്പിച്ചത്. എന്താ? റബ്ബിനറിയാത്ത ഒരു കാര്യം ഇവര് പഠിപ്പിക്കുക. എന്താ? അള്ളാഹ് പറയാണ്, ലൈലത്തുൽ ഖദ്റൊന്നുമല്ല, 1000 മാസത്തിനൊക്കെ മഹത്വമല്ലേ ലൈലത്തുൽ ഖദ്ർ, അതൊന്നുമല്ല. പിന്നെ നബി ജനിച്ച രാത്രിക്കാണ് മഹത്വം കൂടുതൽ. ഖുർആൻ എതിരല്ലേ? അല്ലേ? ഇവര് അഹ്ലു സുന്നത്തി ജമാഅത്ത് എന്ന് പറഞ്ഞ് ഖുർആൻ എതിരെ എഴുതിണ്ടാക്കുക. അപ്പൊ അങ്ങനെയായില്ലേ? എന്റെ സഹോദരന്മാർ, ഇത് സത്യം എന്താ? എന്താ ഈ ഖുർആൻ പറഞ്ഞത്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഇതാണല്ലോ ആയത്ത്. റഹ്മത്തിനെ പറ്റി പ്രതിപാദിക്കുന്ന ആയത്ത്, നബിയെ റഹ്മത്താക്കി ഇറക്കിന്ന്. ഇവിടെ എന്താ പറഞ്ഞത്? ആയത്ത് മനസ്സിലാക്കിയോ? ഉസ്താദുമാർക്ക് അറിയാം. പിന്നെ ചില ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ചിലവർക്ക് അതൊന്നും അറിയൂല. ഒരാൾ ഓതും മറ്റൊരു കേൾക്കുന്നല്ലാതെ ഒന്നും അറിയൂല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ആലമീൻ എന്ന് പറഞ്ഞ എന്താ? നബിനെ ജനിപ്പിച്ചു എന്നാ? അതെ, നബിനെ റസൂലാക്കി നല്ല സഹോദരന്മാരെ പറഞ്ഞത്. നബിനെ ജനിപ്പിച്ചതാണ് മഹത്വമെങ്കിൽ വമാ ഔലദനാക്കാന്ന് പറയണ്ടേ? വേണം. അള്ളാഹ്ക്കറിയില്ലേ നബി ജനിച്ചതല്ല മഹത്വം? ഖുർആൻ അള്ളാഹ്ക്ക് എന്ന ഗ്രാമർ അറിയില്ല? അങ്ങനെയാണെങ്കിൽ വമാ അർസൽനാക, നബിയെ നിങ്ങളെ ഞാൻ റസൂലാക്കിയിട്ടാണ് ലോകത്തിന്റെ മുമ്പിൽ അയച്ചത് എന്നാ ഖുർആൻ പഠിപ്പിച്ച. റസൂലാക്കിയതാ മഹത്വം, ജനിച്ചതല്ല. നബി ജനിച്ചതാണ് മഹത്വമെങ്കിൽ ആമിന ബീവിക്കല്ലേ മഹത്വം കൂടുണ്ട്? അല്ലെ? അതെ, നബിനെ പ്രസവിച്ചവർക്കാ മഹത്വം അല്ലെ? അപ്പൊ അങ്ങനെ പോകുമ്പോൾ ജാഹിലിയത്തിലേക്കാ ഇസ്ലാം വീണ്ടും പോകുന്നത്. അപ്പൊ പിന്നെ എല്ലാവരും മൗലിദ് ഓതണം, എല്ലാവരും ജന്മദിനം ആഘോഷിക്കണം. കാരണം എന്താ? അപ്പൊ ഖുർആൻ പരിചയപ്പെടുത്തുന്ന വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് ഖുർആൻ പഠിപ്പിച്ചത് റിസാലത്തിന്റെ പൂവത്തും കൊണ്ടാ ജനങ്ങൾ അനുഗ്രഹിച്ചത്, ജനിപ്പിച്ചിട്ടല്ല. ജനനമല്ല ഖൈറ്. ആ മുഹമ്മദ് റസൂലുള്ളാഹിനെ നമുക്ക് നബിയായി തന്നു, പ്രബോധനം കൊടുത്തു. പ്രവാചകൻ വരുന്നതിന് മുമ്പ് വ്യക്തമായ വഴികേടിലായ ആ സമുദായത്തിലെ കാട്ടറബികളായ ജനങ്ങളെ സത്യത്തിന്റെ പന്താവിലേക്ക് കൊണ്ടുവന്ന മുഹമ്മദ് റസൂലുള്ളാഹി, അതാ അനുഗ്രഹം, ജനിച്ചതല്ല. അപ്പൊ കേട്ടോ, 10 കിതാബ് പള്ളി ദർസ് വേണമെങ്കിൽ 10 കിതാബ് പറയാണ്. അത് അതിലും വലിയ രസാ. ഇതിനെ നേരെ കണ്ടിക്കല ദർസ് കിതാബ്. ഇവരാണ് പറയാ സമസ്ത എന്ന ബുക്കിനെ കിതാബ് ഓപ്പോസിറ്റ്. ഇവര് ഹലാൽ എന്ന് പറയാ, കിതാബ് ഹറാം എന്ന് പറയാ. അവിടെ ഇവര് സുന്നത്ത് എന്ന് പറയാ, ഇവരിവിടെ ഹറാം എന്ന് പറയാ. ഇങ്ങനെ ഇവര് പഠിപ്പിക്കുന്നതും ഈ ഇസ്ലാമിക ഗ്രന്ഥവുമായിട്ട് യാതൊരുവിധ ടച്ചുമില്ല. രണ്ട് വഴി ഇവിടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതിനെ മനസ്സിലാക്കുക, ഇത് ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയല്ല എന്ന്. അപ്പൊ കേട്ടോ, കിതാബുൽ ഇഅ്തികാഫി മുത്തഫ നൂറുൽ അബ്സാറിലാണ് ഇത് പറഞ്ഞത് കേട്ടാ. എന്നിട്ട് പറയുന്നു, ഹാദിഹിൽ ഫളീലത്തു വഫീ റമളാൻ അഖദു ലിതലബി ലൈലത്തുൽ ഖദ്രി വഹിയ അഫ്ളലുൽ ലയാലി ഫിസ് സനതി ഖസല്ലാഹു തആല ഹാദിഹിൽ ഉമ്മത ബിഹാ വഹിയ ബാഖിയത്തു ഇലാ യൗമിൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉമ്മത്തികൾക്ക് പ്രത്യേകമായി കൊടുത്ത രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ. കൊല്ലങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ളത് ഒരുപറ്റ രാത്രി. കൊല്ലങ്ങളിൽ വെച്ചിട്ടേ ഏറ്റവും നല്ല രാത്രി ഏതാ? ലൈലത്തുൽ ഖദ്റാന്നാ ഈ നൂറുൽ അബ്സാർ പറയുന്നത്. സമസ്ത പറയുന്നത് നബി ജനിച്ച രാത്രിയാണെന്നാ. അപ്പൊ തന്നെ വെട്ടിമുറിച്ചില്ലേ? അപ്പൊ കുട്ടി പഠിച്ചു, ഇനി ഉമ്മ പഠിക്കണ്ടേ? ഇനി വീട്ടിലെ ഉമ്മി മാറ്റും പഠിക്കണ്ടേ? അതിന് ഇവരെ മാസികയിൽ കൊടുത്തിരിക്കുക. കണ്ട, ഏറ്റവും മുഅല്ലിം മാസിക, ഏറ്റവും പ്രധാനപ്പെട്ട രാത്രി പ്രവാചകന്റെ രാത്രി തന്നെ. പിന്നെ ലൈലത്തുൽ ഖദ്ർ. കണ്ട, രണ്ടാം സ്ഥാനം ലൈലത്തുൽ ഖദ്ർ. പിന്നെ ഇസ്രാ, അറഫ രാത്രി, വെള്ളിയാഴ്ച രാത്രി, ശൈബാന്റെ 15 രാത്രി, പെരുന്നാൾ രാത്രി എന്നിങ്ങനെയാണ് കിതാബു ജമല് 3:344. അപ്പൊ മുഅല്ലിമിന് കൂടെ പഠിപ്പിച്ചു അല്ലേ? അപ്പോ ഏത് രാത്രിക്ക് മഹത്വം വേണമെന്ന് റബ്ബ് തീരുമാനിക്കരുത്, പിന്നെ ഇവര് തീരുമാനിക്കണം. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണ്ട. അപ്പൊ ലോകത്തിന് വേറെ ഒരു റബ്ബിനെ പരിചയപ്പെടുത്തുക, ഇങ്ങനെ ഒരു റബ്ബുണ്ട് എന്ന് പരിചയപ്പെടുത്തുക. അത് കഴിഞ്ഞു. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോ ഭൂമുഖത്തുള്ള ബിംബങ്ങളൊക്കെ തലകുത്തി വീണു. അതാണ് ആദ്യം ഉണ്ടായ അത്ഭുതങ്ങൾ പഠിപ്പിക്കുക കുട്ടികളെ. ഭൂമുഖത്തുള്ള ബിംബങ്ങളൊക്കെ തലകുത്തി വീണു. പിന്നെ പേർഷ്യയിലെ അനൂഷിർവാൻ ചക്രവർത്തി സിംഹാസനം പൊളിഞ്ഞുപോയി. പിന്നെ പേർഷ്യക്കാർ ആരാധിച്ച് തീ കെട്ടുപോയി. എന്താ കാരണം? ഇത് കെടാന്റെ കാരണം എന്താ? മഴ പെയ്തൊന്നുമല്ല. പിന്നെ മുഹമ്മദ് റസൂലുള്ളാഹി ജനിച്ചു. അപ്പൊ അത്ഭുതം. കഅബാലയത്തിലെ 360 വിഗ്രഹങ്ങൾ നബി ജനിച്ചത് അറിഞ്ഞില്ല. കഅബാലയത്തിൽ 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. മക്ക ഫതഹിന്റെ സമയത്ത് ആ വിഗ്രഹം എടുത്തു മാറ്റിയത്.
ആ വിഗ്രഹത്തിന് ഒരു കേടും പറ്റിയില്ല, ആ വിഗ്രഹം തലകുത്തി മറിഞ്ഞൂല. എന്താ കാരണം? നബി ജനിച്ചത് ഈ വിഗ്രഹം അറിഞ്ഞൂല. കണ്ടാ, ഇവര് പഠിപ്പിക്കുന്ന വിഗ്രഹം തലകുത്തി വീണുന്ന. കഴപാളയത്തിന്റെ വിഗ്രഹത്തിന് വല്ല തലകുത്തി മറിഞ്ഞ ഇല്ല, ആ വിഗ്രഹം ഒന്നും പറ്റിയില്ല. അപ്പൊ എന്താ? ഇത് കള്ളക്കഥ, ഇത് കള്ളക്കഥ. പിന്നെയോ ഇനി കേട്ടോ, ഈ തടാകം പറ്റിയില്ലേ, ഇതും സമയം പോക്കല്ല. ഇവരുടെ മുഖമൂടി ഉണ്ടല്ലോ, ഈ സമുദായത്തിനെ പഠിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞ മുഖമൂടി, ആ കാപട്യം അതങ്ങോട്ട് കൊണ്ടുവരിക പുറത്തേക്ക്. അത് വെളിച്ചത്തേക്ക് എന്റെ പാവപ്പെട്ട ഉസ്താദുമാര്, ഇവരാണ് സമസ്ത, ഇവരാണ് ഞങ്ങൾക്ക് സംഘടനയാണ് വലുതെന്ന് പറഞ്ഞ് ആ യൗവനം മുഴുവൻ ഇതിന് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി തളയ്ക്കുന്ന പാവപ്പെട്ട മുത്തഅല്ലിമീങ്ങള്, ഇവരെ വചനങ്ങൾക്ക് തക്ബീർ ചെല്ലാൻ പോകുന്ന തക്ബീർ വാഹനങ്ങളായ മുത്തഅല്ലിമീങ്ങൾ, എന്റെ സഹോദരന്മാർ, ഇതൊക്കെ കേട്ട് മനസ്സിലാക്കണം. ഇതൊക്കെ അള്ളാന്റെ റസൂലിന്റെ പേരിലില്ലാതാ. നബീനെ എങ്ങനെ പുകഴ്ത്തണം എന്ന് അള്ള പറയും. നബീനെ നബി ആയ ശേഷം അള്ളയാണ്. ആ അള്ളാഹ്ക്കറിയാം പ്രവാചകനെ പുകഴ്ത്തണമെന്ന്, അല്ലെ? നാട്ടുകാരായ നമ്മളാണോ പറയാ നബീനെ പുകഴ്ത്തേണ്ടത്? എങ്ങനെയാ തീരുമാനിക്കല്? അല്ല, മുഹമ്മദ് റസൂലുള്ളാഹിനെ എങ്ങനെയാ പുകഴ്ത്തേണ്ടത് റബ്ബിനറിയും. അത് റബ്ബ് പുകഴ്ത്തിയിട്ടുണ്ട്. എങ്ങനെയാ പുകഴ്ത്തേണ്ടത് എന്ന് മുഹമ്മദ് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് വിട്ടു പോകേണ്ട കാര്യമല്ല. അത് ദീനല്ല. ആര് പഠിപ്പിച്ചാലും, ഏത് ഇമാം പഠിപ്പിച്ചാലും എന്തല്ല, അത് ദീനല്ല കേട്ടോ. അപ്പോ ഈ കഥ ഉണ്ടായോ? കുട്ടികളെ പഠിപ്പിക്കാൻ കേട്ടോ. 3-ാം ക്ലാസ്സിലെ താരീഖ് പാഠം, നബിയുടെ ജനനം. ഈ അത്ഭുതങ്ങൾ ഉണ്ടായോ? ഇല്ല. എന്റെ സഹോദരന്മാർ മനസ്സിലാവുന്ന രൂപത്തിൽ ഒന്ന് പറയാം. ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ടു ഇല്ലേ? ആ ഡേറ്റ് നമുക്കറിയാലോ. ആ എന്നാ പൊളിച്ചെന്ന്? ഒരു മക്കയിൽ അവിടെ പേർഷ്യക്കാർ ആരാധിച്ച തീ കെട്ടുപോയി. ഒരു ജനസമുദായം ആരാധിച്ച തീ കെട്ടുപോയെങ്കിൽ ആ ഡേറ്റ് അവർ ഓർമ്മ വയ്ക്കും. ഉറപ്പല്ലേ? ഉറപ്പാണ്, അവർ ഓർമ്മ വയ്ക്കും. ആ ഡേറ്റ് ഓർമ്മ ഉണ്ടെങ്കിൽ നബി ജനിച്ച ഡേറ്റ് കിട്ടിയനെ. മറ്റൊന്ന്, അനൂശിർവാൻ ചക്രവർത്തി സിംഹാസനം പൊളിഞ്ഞു പോയി. ഈ സിംഹാസനം പൊളിഞ്ഞത് എന്തുകൊണ്ടാ? മുഹമ്മദ് റസൂൽ ജനിച്ചത് കൊണ്ടാണെന്നാ പറഞ്ഞത്. അങ്ങനെ ഒരു മക്കഫത്ത് ഉണ്ടായി, ഡേറ്റിന് മാറ്റമുണ്ടോ? വസുവത്ത് ബദറുണ്ടായി, ഡേറ്റിന് മാറ്റണ്ട. റമളാൻ എന്നാ ഉണ്ടായി ഫർദാക്കിയത്, ഡേറ്റിന് മാറ്റമുണ്ടോ? ഇല്ല. എന്താ നടന്നതാണ്? അനൂശിർവാൻ ചക്രവർത്തിയുടെ സിംഹാസനം പൊളിഞ്ഞു പോയി എന്നാണ്, ഡേറ്റ് ഇല്ല. ഡേറ്റ് ഉണ്ടെങ്കിൽ നബി ജനിച്ച ആ രാത്രിക്ക്, ആ നബി ദിനത്തിന് മഹത്വം, ആ ഡേറ്റ് അറിയാമായിരുന്നു. ഇന്നിപ്പോ എന്താ സ്ഥിതി? നബി എന്നാ ജനിച്ചതെന്ന് പണ്ഡിതന്മാര് തന്നെ എതിർപ്പാ. റബീഉൽ 8-ന് ജനിച്ചോ, 18-ന് ജനിച്ചോ, 12-ന് ജനിച്ചോ എന്ന അഭിപ്രായ വ്യത്യാസത്തിലാ. എന്താ കാരണം? ഈ ഒരു ചടങ്ങ് മുമ്പുണ്ടായിട്ടില്ല. അനൂശിർവാൻ ചക്രവർത്തിയുടെ സിംഹാസനം പൊളിഞ്ഞു പോയി, ആരാധ്യ ദിവസം നശിച്ചു പോയെങ്കിലേ ആ വിഭാഗം ആ ഡേറ്റ് എഴുതി വെക്കും. അല്ലേ? ആ ഡേറ്റ് കിട്ടിയാൽ മതി. ഈ നബി ജനിച്ച ഡേറ്റ് കൃത്യമായനെ ഈ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവൂല. ഇപ്പൊ നബിയുടെ ജനിച്ച ഡേറ്റ് എന്നാണ് ഇവർക്കും അറിയില്ല. ഏകദേശം റബീഉൽ 12 പറഞ്ഞിട്ട് അത് പറയുന്നുണ്ട്. ബർസഞ്ചി മൗലിദ് അത് വ്യക്തമായി പറയുന്നുണ്ട്. നബിയുടെ ജനനവും മാസവും ദിവസവും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാ മൗലിദിനെ പറയുന്നുണ്ട്. ഇത് പാടുന്ന ഉസ്താദിനെ അറിയണ്ട, കേൾക്കുന്ന ഉസ്താദിനും കിട്ടൂല ഇതെന്താ പറഞ്ഞെന്ന്. അപ്പൊ സഹോദരന്മാർ, ഇതൊന്നും ഇല്ല. ഇത് കള്ളക്കഥ ഈ കുട്ടീനെ കൊണ്ട് പഠിപ്പിക്കാം. അല്ലെ? അല്ലാഹുവിന്റെ റസൂലിനെ പറ്റിയിട്ട് ഇങ്ങനെ സാവ തടാകം പറ്റിയെന്ന്. സാവ തടാകം പറ്റി. അങ്ങനെ ഒരു വലിയ തടാകം പറ്റിയെങ്കിൽ അത് ഏടി എത്ര മുതൽ എത്ര വരെ ഉണ്ടായത്? അല്ലെങ്കിൽ ക്രിസ്താബ്ദം എത്ര മുതൽ ഉണ്ടാകും? ചരിത്രത്തിൽ സ്ഥാനം പിടിക്കും. അപ്പൊ മദ്രസ പഠിപ്പിക്കുന്ന ഒരു കോലമാണ് ഇങ്ങനെ. അപ്പൊ ഇതിങ്ങനെ കണ്ട. അപ്പൊ ലൈലത്തുൽ ഖദ്ർ മനസ്സിലായില്ലേ? ഖുർആനും തള്ളിക്കൊള്ളാൻ പറഞ്ഞല്ലോ, അതിങ്ങനെ പഠിപ്പിച്ചത് കേട്ടോ. അടുത്തത്, മതചിഹ്നങ്ങളെ ആദരിക്കണം. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു അല്ലേ? ഇന്ന സഫ വൽ മർവത മിൻ ശആയിരില്ലാഹ് എന്ന് പറഞ്ഞു, ആദ്യം ശആയിരില്ലാഹ് എന്ന് പറഞ്ഞ ആയത്ത് അവസാനിക്കുന്നു. ആ മതചിഹ്നങ്ങളെ ആദരിക്കണം എന്ന് പഠിപ്പിച്ചു. ഏതാ മതചിഹ്നം? അതില് സമസ്ത പഠിപ്പിക്കണ്ട. ചരിത്ര പുരുഷന്മാർ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഓരോ സ്ഥലങ്ങളും അവർക്ക് പുണ്യസ്ഥലങ്ങളാണ്. നബി തങ്ങളുടെ റൗള ഷരീഫും അജ്മീറിലെ ദർഗയും അമ്പുറത്ത മക്കാമും അവർക്ക് കേവല കബറിടങ്ങളല്ല, അള്ളാഹു ആദരിക്കാൻ പഠിപ്പിച്ച മതചിഹ്നങ്ങളാണ്. അപ്പൊ ഖുർആനിലെ മതചിഹ്നം അള്ളാഹ് ആദരിക്കുന്ന പഠിപ്പിച്ചാണ് അമ്പർത്തപ്പള്ളി. ഇതാണ് സമസ്ത പിന്നെ ലേഖനത്തിൽ കൂടെ പഠിപ്പിച്ച ആ കോലാണ്. ഇങ്ങനെ ദീന് വികലാക്കാൻ വരാ കഴിഞ്ഞില്ല. അടുത്തത്, മക്ബറയിൽ നടക്കുന്നു നടക്കാത്തതും സുന്നി വോയിസ് മറ്റേ ഗ്രൂപ്പാണ് കേട്ടോ, മറ്റേ മുടി ജ്യൂസിന്റെ പാർട്ടി. ഇതെന്താ പറഞ്ഞറിയോ? ചില ഞാൻ നേരത്തെ പറഞ്ഞു, ചില മക്ബറയിൽ ആളില്ല എന്നാ പറയുന്നത്. മരിച്ച ആളില്ല. ആണാണോ പെണ്ണാണോ മുസ്ലിമാണെന്ന് പറയില്ല. ഇവർക്ക് മുസ്ലിമാണോ നോക്കലൊന്നുമില്ല, ഏത് ജാതി നോക്കലൊന്നുമില്ല. ഓച്ചറ ഉപ്പാപ്പാക്ക് ഔലിയാണെന്ന് സനത് കൊടുത്തത് ഷെയ്ഖുന എ പി ഉസ്താദാണ് എന്ത് പറഞ്ഞത്? നിങ്ങൾ ഔലിയാണ് കേട്ടാ എന്ന് സനത് ഓച്ചറ ദാമോദരൻ കുപ്പുസ്വാമി. ആരാ ഓച്ചറ ഔലിയ? ദാമോദരൻ മകൻ കുപ്പുസ്വാമി എന്ന ഔലിയുടെ പേര്. അവിടെ റോട്ടിൽ ഇങ്ങനെ ഇരിക്കും,